പുറത്ത് നല്ല മഴയാണേ. ഞാനാണെങ്കിൽ ഇച്ചിരി പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്നാന്നറിയാവോ? പുട്ടും ചെറുപയർ കറിയും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ പുട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നാന്നറിയാവോ? നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചോളപ്പൊടിയാണേ, ചോളത്തിൻ്റെ പുട്ട് കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഈ ചോളത്തിൻ്റെ പൊടി കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പയൊക്കെ പറഞ്ഞു അവരൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചോളത്തിൻ്റെ ഉപ്പുമാവും ചോളത്തിൻ്റെ പുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ ചോളത്തിൻ്റെ ഉപ്പുമാവ് കിട്ടുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ അത് കഴിച്ചിട്ടുമില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നുറുക്ക് ഗോതമ്പായിരുന്നു കേട്ടോ ഉപ്പുമാവായിട്ട് തരുന്നത്. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് നഴ്സറി പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ മിച്ചം വരുന്ന സംഭവം നമ്മൾ വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ താഴെ ഇറങ്ങി ചെല്ലും. പാത്രമൊക്കെ ആയിട്ട് ഉച്ചക്കത്തെ ചോറ്റുപാത്രമൊക്കെ കഴുകിക്കൊണ്ട് ചെല്ലും. അപ്പോൾ ഈ ആയ ചേച്ചിമാരുണ്ട് കേട്ടോ, അവരെ പഞ്ചാര അടിച്ചിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ചോറ്റുപാത്രത്തിനകത്ത് മേടിച്ചുകൊണ്ട് വരും. എൻ്റെ അമ്മോ, അതിനൊരു മുടിഞ്ഞ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോഴും അതിൻ്റെ രുചി നാവിലുണ്ട്. അതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നു. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. കുടിസം കഴിച്ചിട്ട് പുള്ളി ഡ്യൂട്ടിക്ക് പോയി. ഞാനപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ സമാധാനമായിട്ട് വന്നിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പം മുളക് കഴിച്ച് ചത്തേനായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാട്ടോ, നമ്മുടെ പുട്ട് പോലെ തന്നെ, പക്ഷെ ആ ചോളത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അത്രയുള്ള വ്യത്യാസം. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ സംഭവം? ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ശരി, പിന്നെ കാണാവേ.